ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാൻ ഒരുങ്ങി ഇതേ സെറ്റായിട്ടിരിക്കുന്നത് എങ്ങോട്ട് പോകാമെന്നറിയോ? നമ്മൾ കോളേജിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞു, നിഫാന നമ്മുടെ ഓർഗാനിക്കിൻ്റെ ലാബ് ഒന്ന് സ്റ്റുഡൻസിന്, അതായത് ഞങ്ങളുടെ ഇപ്പോൾ കയറിയ ജൂനിയേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കാവോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ മിസ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റെക്കോർഡൊക്കെ എടുത്ത് കുറച്ചൊക്കെ റിവൈസ് ചെയ്ത് ഞാൻ നോക്കി. എന്നിട്ട് ദേ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കോളേജിൽ പീരിയോഡിക് ടേബിളാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ആൻഡ് ലാബിലേക്ക് വന്നപ്പോഴത്തേക്കും അവർ വേറെ പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മിസ്സ് വന്നു. അങ്ങനെ മിസ്സ് അവർക്കാണെങ്കിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ ആ ടൈമിൽ സത്യത്തിൽ ആ സെപ്പറേറ്റിംഗ് ഫണലൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം സംഭവമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൈ വീഴുമോ എന്താ അങ്ങനത്തെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ പഠിപ്പിക്കാനായിട്ടല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് ഞാനത് ഹാൻഡിൽ ചെയ്തത്. എന്തോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം മെയിൻ എക്സാമിന് പോലും ഇത് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര അധികം ടെൻഷനിലായിരുന്നു. പക്ഷേ എന്തോ അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നപ്പം ഞാനത് ഓക്കെ ആയിട്ടെല്ലാം ഐ തിങ്ക് A to Z ഞാൻ എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. ആൻഡ് അവർക്കാണെങ്കിലും നല്ലോണം മനസ്സിലായി. ആദ്യം ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു, പിന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മിസ്സ് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. അവരതെല്ലാം കേട്ട് അവരോടും നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരും നല്ലോണം റെസ്പോണ്ട് ചെയ്തു. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പിയാണല്ലേ. കാരണം നമ്മളത് പറഞ്ഞു കൊടുത്തപ്പം അവരും അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എടുത്ത ക്ലാസ്സിന് എന്നാലും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാവരും നമ്മുടെ കൂടെ വന്നു. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ സെപ്പറേറ്റ് ഫണൽ ഷേക്കിംഗ് ആണ്. അപ്പോൾ അതവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഗ്ലൗസ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ലേറ്റായിട്ടാണ് പോയത്. അത് വേറെ കാര്യം. കാരണം ലാബിൻ്റെ ആ ഒരു 3 hours ലാബിനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്ത് പാതിയായപ്പോഴാണ് ഞാൻ അവിടെ ആക്ച്വലി എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടെയും നമ്മൾ ആ ഉണ്ടായിരുന്ന ലാസ്റ്റ് 3 hours ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് 3 hours കൊണ്ട് നമ്മൾ ഈ സെപ്പറേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ആ ചെയ്യുന്ന സമയത്താണെങ്കിലും നോർമലി നല്ല ലേറ്റ് ആകുമായിരുന്നു നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പം ബാക്ക് ടു എൻ്റെ ആ ഒരു സമയം ഫ്രണ്ട്സിനെല്ലാം മിസ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. എൻ്റെ ആ പുറകിൽ കാണുന്നത് എന്താണെന്നൊന്ന് വായിക്കാൻ പറ്റുമോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നെറ്റിൻ്റെ കോച്ചിങ്ങിനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എനിക്ക് മിസ് തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം നൗഫി ആണെങ്കിൽ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നൗഫിയും കൂടെ തിരിച്ച് യാത്ര തിരിച്ചു. അന്നേരം അമ്മച്ചിമ്മ വിളിച്ചായിരുന്നു, എവിടായി എന്തായി എന്നൊക്കെ ചോദിച്ചു. ആൻഡ് അത്രയേ ഉള്ളായിരുന്നു വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.